ഇനി ഒറ്റയടിക്ക് ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഏതാണെന്നറിയോ? മോട്ടോ ഗുസിയുടെ സ്റ്റെൽവിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഉണ്ട്. ഇപ്പോൾ ടി വി എസിന്റെ ഒരു വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് അവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പേടിയാണ്. 2016 ഇന്തോനേഷ്യയിലെ ടി വി എസ് അപ്പാച്ചി RTR 200 ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ സ്പൈ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് RR310 കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഈ ഡ്യുവൽ സിസ്റ്റം വരുന്നതൊക്കെ എനിക്ക് ഒരു പേടിയാണ്. ഇന്നെന്താ സംസാരിക്കാൻ പോണേ? KTM അല്ല, പുതിയ എഞ്ചിനെ കുറിച്ചിട്ട്. അതെ, ടി വി എസിന്റെ പുതിയ എഞ്ചിനെ കുറിച്ചും പിന്നെ അവരുടെ ഒരു പുതിയൊരു സ്പൈ ഷോട്ട് വന്നിട്ടുണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോണേ. അതിന് മുൻപ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം ടി വി എസിന്റെ സർവീസിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. കുറെ നാളുകളായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടി വി എസിന്റെ സർവീസിന്റെ കാര്യത്തിൽ എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അവിടെ നമുക്ക് തുടങ്ങാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നാളെ സൺഡേ. ഓക്കെ, അതുപോലെ തന്നെ സൺഡേ, ഈ വരുന്ന സൺഡേ 15-ാം തീയതി രാത്രി 9 മണിക്ക് ഞങ്ങൾ ലൈവ് വരാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് ലൈവ് വരുന്നത്, ഇൻസ്റ്റാഗ്രാമിലല്ല. ഞാൻ പറഞ്ഞല്ലോ, ടി വി എസിന്റെ മോട്ടോസോൾ എന്ന് പറഞ്ഞ ഇവന്റ് നമ്മൾ ഗോവയിൽ പോയപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ നടക്കുന്നതിനെ കണ്ടു. ഞങ്ങൾ അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. പക്ഷേ ഈ ഒരു ഇവന്റിന് നമ്മൾ പ്രതീക്ഷിച്ച കാര്യം എന്താ, ഒരിക്കലും ഒരു എഞ്ചിൻ അല്ല പ്രതീക്ഷിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു. പക്ഷെ ടി വി എസ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിരാശപ്പെടുത്തി. ശരിയല്ലേ? കാരണം വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മോഡലാണ് ടി വി എസിന്റെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. BMW ടി വി എസിന്റെ പാർട്ണർഷിപ്പുള്ള ആ ഒരു കമ്പനി വരെ ഏറ്റവും ആദ്യം അവരുടെ ഒരു G310 GS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചർ മെഷീൻ, അഡ്വഞ്ചർ സ്പോർട്സ് ടൂർ അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിട്ടും ടി വി എസിനെ അവരുടെ രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുതരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല, അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതും അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി. അതിന് നിരാശ ഇനി വരുത്തി. പ്രത്യേകിച്ച് ഇപ്പോൾ അവർ എഞ്ചിൻ കൂടി ഷോക്കേസ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തളർത്തി എന്ന് പറയാം. കാരണം ഒരു എഞ്ചിൻ മാത്രമായിട്ട് ഷോക്കേസ് ചെയ്യുന്നത് വളരെ ചുരുക്കത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ടി വി എസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ ഏറ്റവും ആദ്യം ഈ ഒരു എഞ്ചിന്റെ സ്പെക്കും കാര്യങ്ങളും നോക്കുന്നതിന് മുൻപ് RR310 സ്പെക്കും കാര്യങ്ങളും നോക്കി. ഇനി സ്പെക്ക് മാത്രമല്ലാതെ ഞാൻ അതിന്റെ ഒരു എഞ്ചിൻ ഡിസ്മാൻഡലിംഗ് വീഡിയോ കൂടി കണ്ടു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ടി വി എസ് പുതിയ അവരുടെ RTX D4 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഞ്ചിന്റെ ഒരു ടീസർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എഞ്ചിൻ കമ്പോണൻസ് ഒക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് വലിയ മാറ്റം, RR310 നിന്ന് വലിയ മാറ്റം വന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ എഞ്ചിനോ തുറന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ഞാനൊരു ഡിസ്മാൻഡലിംഗ് വീഡിയോ കണ്ടപ്പോൾ ബേസിക്കലി വലിയ മാറ്റങ്ങളൊന്നും എഞ്ചിനിൽ ചെയ്തിട്ടില്ല. ഇനി വരുത്തിയ മാറ്റങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ആ ഒരു എഞ്ചിൻ ഒന്നും കൂടിയും ഒരു സിമ്പിളർ ആയിട്ടുള്ള, കുറച്ചും കൂടിയും അഫോർഡബിൾ ആക്കാന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനായിട്ട് മാറ്റിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്കറിയാലോ ടി വി എസ് എപ്പോഴും റേസിംഗ് DNA അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ അടിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ. അതിനോടൊപ്പം തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ടി വി എസിന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ മാർക്കറ്റിംഗ് രീതിയിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള മോഡ്സ് അങ്ങനെ പിന്നെ കുറെ റേസിംഗ് ത്രോട്ട് റെസ്പോൺസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ മാർക്കറ്റിംഗിന് വേണ്ടി ടി വി എസ് ചെയ്യാറുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എഞ്ചിനിലും കാണാനായിട്ട് സാധിച്ചു. ഇനി അതല്ലാതെ ഇപ്പോൾ RR310 അതുപോലെ തന്നെ ഈ പുതിയൊരു 300cc ആയിട്ടുള്ള ഈ ഒരു എഞ്ചിന്റെയും സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും പവറിലൊന്നും വലിയ മാറ്റമില്ല. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. RR310 312cc ഇതൊരു 300cc, ഒരു 12cc ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിഫറൻസ് മാത്രമാണ് വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താ, ഇത് വലിയൊരു മാറ്റമൊന്നും വരുത്താൻ പോകുന്ന ഒരു എഞ്ചിൻ അല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ തോന്നിയെന്ന് അറിയോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു RR310 എഞ്ചിൻ, അത്രേ ഉള്ളൂ. അതിൽ കുറേ കാര്യങ്ങൾ പഴയതിൽ നിന്നും പുതിയതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആക്കണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതിലുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയതാണ് ഓയിൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. RR310 നമുക്ക് വലിയ ഹയർ CC ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാൻ ടൈപ്പ് ആയിട്ടുള്ള ഓയിൽ ഫിൽറ്റർ ആയിരുന്നു. ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സൈഡിൽ, എഞ്ചിന്റെ സൈഡിൽ തന്നെ വരുന്ന ഒരു ഓയിൽ ഫിൽറ്റർ ആണ്. അതാണ് എനിക്കൊരു വലിയൊരു മാറ്റമായിട്ട് തോന്നിയത്. പിന്നെ ഹോളോ ഷാഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാം ഷാഫ്റ്റ് ആണ് ഈ പുതിയ എഞ്ചിനിൽ യൂസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. ഇനി മറ്റു തരത്തിൽ നോക്കുമ്പോൾ ഇതിൽ കൂടുതൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയോ, റിവേഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് RR310 കാണാനായിട്ട് സാധിച്ചിരുന്നത്. ആ ഒരു സ്ഥാനത്ത് ഇതിലെ നോർമലി ആയിട്ടുള്ള, നമ്മൾ നോർമലി വരുന്ന രീതിയിൽ ഫ്രണ്ടിലെ എക്സോസ്റ്റ് മാനിഫോൾഡ്, റിയറിലെ എയർ ഇൻടേക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു എഞ്ചിൻ പോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ടി വി എസ് വെട്ടിച്ചുരുക്കി കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ മാത്രമാണ് കൊണ്ടുവരുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് RR310 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ, അല്ലെങ്കിൽ ആ 310cc ആയിട്ടുള്ള എഞ്ചിൻ ടി വി എസ് പതുക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് അവരുടെ എല്ലാ മോട്ടോർ സൈക്കിൾസിലും, മീൻസ് ഈ ഒരു 300 സെഗ്മെന്റ് ആയിട്ടുള്ള എല്ലാ മോട്ടോർ സൈക്കിൾസിലും ഈ പറയുന്ന പുതിയ RTX D4 എന്ന് പറഞ്ഞ ഒരു എഞ്ചിൻ കൊണ്ടുവരും. അതുകൊണ്ടായിരിക്കും
അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു ലോഞ്ച് ഇവന്റ് ഒക്കെ ഈ ഒരു എഞ്ചിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് TVSന് മാത്രമായിട്ടുള്ള ഒരു എഞ്ചിൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി ഈ ഒരു എഞ്ചിൻ BMW-നും യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും BMW ഏറ്റവും ആദ്യം BMW ഒരു സ്മോളർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിട്ട് വരുമ്പോൾ അത് TVSന്റെ കൂടെയുള്ള കൊളാബറേഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അവർ ആ ഒരു സമയത്ത് മാർക്കറ്റിംഗ് യൂസ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് BMW-ന്റെ ടെക്നോളജിയാണ്, S1000RR ടെക്നോളജിയാണ് ഈ പറയുന്ന RR310 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു 310cc ആയിട്ടുള്ള എഞ്ചിനിൽ ഉണ്ടായിരുന്നത്. പോരാത്തതിന് ഒരു പുഷ് എന്ന് പറയുന്ന പോലെ റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ. റിവേഴ്സ് ഇൻക്ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല, എക്സോസ്റ്റ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലും എയർ ഇൻടേക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിലും എന്ന് പറയുന്ന പോലെ കുറച്ചും കൂടിയും ഒരു ടെക്നിക്കലി പറയുമ്പോൾ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ പോലെയാണ് കൊണ്ടുവന്നിരുന്നത്. പിന്നീട് നമുക്കറിയാം ഇപ്പോ ഈ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളർ ആയിട്ടുള്ള ആ ഒരു ഗിമിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ. കാരണം BMW ഏറ്റവും ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും പുതിയതുണ്ട്, എന്തെങ്കിലും വലുതുണ്ടെന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എഞ്ചിന്റെ പ്രശ്നങ്ങൾ, റിലയബിലിറ്റി ഇഷ്യൂസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും മാറ്റി നിർത്തി പുതിയൊരു എഞ്ചിനായിട്ട് ഡെവലപ്പ് ചെയ്തു. അതാണ് ഈ പറയുന്ന TVSന്റെ RTX D4 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഇനി വലിയ മാറ്റങ്ങളായിട്ട് അവർ പറഞ്ഞത് 2-3 കാര്യങ്ങളാണ്. അതിലൊരെണ്ണം ഡ്യുവൽ സെപ്പറേറ്റ് ബ്രീത്തർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ഡ്യുവൽ സിസ്റ്റം വരുന്നതൊക്കെ എനിക്ക് ഒരു പേടിയാണ്. അതുപോലെ തന്നെ ഡ്യുവൽ ഓയിൽ പമ്പും കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട് എന്നുള്ളത് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഡ്യുവൽ ഓയിൽ പമ്പ് എന്തിനാ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാണ്. ഡ്യുവൽ ഓയിൽ പമ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ഒന്നും കൂടി മുകളിലേക്ക് ക്വിക്കായിട്ട് വരും. പക്ഷെ അതുകൊണ്ട് എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട് കിട്ടുക എന്നുള്ളത് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇതിൽ ഈ ഡ്യുവൽ എന്ന് പറയുമ്പോൾ പേടിയാവുന്ന പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്യുവൽ എന്ന് പറഞ്ഞിട്ട് പല കമ്പനികളും പല സാധനം ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബജാജിന്റെ DTSI, റോയൽ എൻഫീൽഡ് ട്വിൻ സ്പാർക്ക്, അതൊക്കെ പിന്നീട് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ DTSI എന്ന് പറയുന്ന ബജാജിന്റെ സിസ്റ്റം പോലെ അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു എന്തെങ്കിലും ഉണ്ട്, പുതിയതായിട്ടുണ്ട്, ഹെവി ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ TVSന്റെ ഒരു വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് അവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പേടിയാണ്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസാണ്, നമ്മൾ സംസാരിച്ച കേസാണ്. ഇപ്പൊ അവരുടെ റോണിൻ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ അതൊരു 225 ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഈ ഒരു 300 പറയുന്ന ഈ ഒരു എഞ്ചിൻ ആണെങ്കിലും ഇനി കോമ്പറ്റീഷൻ ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടാവാനായിട്ട് വളരെയധികം ചാൻസ് കുറവാണ്. ഇനി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ടായിരിക്കും കോമ്പറ്റീഷൻ വരിക. അപ്പൊ TVSന്റെ ഒരു സ്ട്രാറ്റജിയാണ് കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു സെഗ്മെന്റിൽ മത്സരിക്കുക എന്നുള്ളത്. സ്പൈഷോട്ടിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ TVS ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ്. അതിനെനിക്കൊരു കാര്യം എന്താണെന്നറിയോ, 2016 ഇന്തോനേഷ്യയിലെ TVS Apache RTR 200 ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ സ്പൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് TVS ഇന്തോനേഷ്യയിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് TVS ടെസ്റ്റ് ചെയ്തിരുന്ന ഒരു മോഡലല്ല, ഒരു കസ്റ്റമറിന്റെ ഒരു കസ്റ്റം മോഡലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അതിൽ കൂടുതൽ എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് അറിയോ, അതിന്റെ ഫ്രെയിം നോക്കിയപ്പോൾ ഫ്രെയിം എന്ന് പറയുന്നത് ഡെൽറ്റ ബോക്സ് ഫ്രെയിം ആണ്. ഡെൽറ്റ ബോക്സ് എന്ന് പറയുന്ന ആ ഒരു പേര് യമഹയുടെ പാറ്റന്റ് നെയിം ആണ്. അതിന്റെ ഒറിജിനൽ ആ ഒരു ഫ്രെയിമിന്റെ പേര് എന്ന് പറയുന്നത് പെരിമീറ്റർ ഫ്രെയിം എന്നാണ്. സോ അതുപോലുള്ള ഒരു ഫ്രെയിമിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് വന്നപ്പോൾ എനിക്ക് ഒന്നും കൂടി കൺഫേം ആയി അതൊരു കസ്റ്റമർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റം മോട്ടോർ സൈക്കിൾ ആണ്. ഇനി എന്തുകൊണ്ട് ഡെൽറ്റ ബോക്സ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്തോനേഷ്യക്കാർക്കൊക്കെ യമഹ, ഹോണ്ട അല്ലെങ്കിൽ ജാപ്പനീസ് ആയിട്ടുള്ള ബ്രാൻഡിനോടൊക്കെ വളരെയധികം ഒരു ഫാൻ ബേസ് ഉള്ള ആളുകളാണ്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അവരിട്ടേന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സ്പൈ ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഈ ഒരു എഞ്ചിൻ യൂസ് ചെയ്തിട്ടില്ല, ഈ ഒരു RTX D4 എന്ന് പറയുന്ന എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ള TVSന്റെ ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം TVS പല കാര്യങ്ങളും മറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം ക്യാമഫ്ലാഷ് ചെയ്തിട്ടാണ് ആ ഒരു മോട്ടോർ സൈക്കിൾ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ക്യാമഫ്ലാഷ് എന്ന് പറയുമ്പോൾ ഡിസൈനിന്റെ കാര്യം ക്യാമഫ്ലാഷ് ചെയ്തിട്ടുണ്ട്, എഞ്ചിന്റെ ഡിസൈൻ കാര്യങ്ങൾ വരെ അവർ മാക്സിമം മറച്ചുകൊണ്ടാണ് ഈ പറയുന്ന കമ്പനി ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് അവരുടേതായിട്ടുള്ള, കാരണം ഓൾറെഡി റിലീസ് ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ സീക്രട്ട് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒറ്റയടിക്ക് ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഏതാണെന്നറിയോ, മോട്ടോ ഗുസിയുടെ സ്റ്റെൽവിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഉണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പോലെയാണ് എനിക്ക് ഈ ഒരു TVSന്റെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ കണ്ടപ്പോൾ മനസ്സിലായത്. ഇനി അതിൽ കൂടുതൽ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്നറിയോ, അത് എക്സോസ്റ്റ് ആയിരിക്കും. കാരണം എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ പുതിയൊരു ഡിസൈൻ ആയിട്ടാണ് TVS കൊണ്ടുവന്നിരിക്കുന്നത്. വർഷങ്ങളായിട്ട് RR3ന്റെ ഡിസൈൻ അല്ലെങ്കിൽ RR3ന്റെ എക്സോസ്റ്റ് ഡിസൈൻ കണ്ട് എല്ലാവരും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് UST ഫോക്സ്, പിന്നെ 19 ഇഞ്ച് ആയിട്ടുള്ള ഫ്രണ്ട് വീല്, 17 ഇഞ്ച് ആയിട്ടുള്ള റിയർ വീല്. ഇതൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഒന്നുമല്ല, പ്രോപ്പർ ആയിട്ടുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഓഫ് റോഡ് മോട്ടോർ സൈക്കിളോ ഒന്നും അല്ല. ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ ടൂറർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സെഗ്മെന്റിൽ പെടുന്ന
കൊണ്ടുവരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. പക്ഷേ ടി വി എസിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെക്കാർ റാലി ഹിസ്റ്ററി, സൂപ്പർ ക്രോസ് ഹിസ്റ്ററി, റാലി ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാമായിരുന്നു. ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, അവർക്ക് കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി തന്നെയാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ഈ പറയുന്ന സ്പൈ ഷോട്ടിൽ നമുക്ക് കുറച്ച് ആക്സസറീസ് ഒക്കെ കാണാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഫോഗ് ലാമ്പ്, അല്ലെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ്, പിന്നെ അതിനോടൊപ്പം തന്നെ ടോപ്പ് ബോക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു. എനിക്ക് തോന്നുന്നു അത് ടി വി എസും ഗിവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അല്ലെങ്കിൽ ജിവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒക്കെ കൊളാബറേഷനിൽ വരുന്ന ചിലപ്പോൾ ചില ആക്സസറീസ് ആയിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു എഞ്ചിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന മോട്ടോർ സൈക്കിളിനെ, ഈ സ്പൈ ഷോട്ടിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്രയാണ് ഈ ഒരു വീഡിയോ കുറിച്ച് പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും പറയണ്ടല്ലോ? വേറെ ഒന്നുമില്ല, മതി. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.